എന്തായാലും സമയം 1 മണിയായി എന്നും ഇനി വാദം അനുവദിക്കില്ല എന്നും വാദം പൂർത്തിയാക്കൂ എന്നുമുള്ള അന്ത്യശാസനം ജഡ്ജിയുടെ ഭാഗത്ത് നിന്നുണ്ടായിരിക്കുന്നു. അതായത് ശിക്ഷാവിധി ഇതാ പ്രഖ്യാപിക്കാൻ പോകുന്നു. വാദം നിർത്തൂ, 1 മണിയായി എന്ന മുന്നറിയിപ്പ് നൽകി ജഡ്ജി എന്നുള്ളതാണ്. അനാവശ്യമായ വാദങ്ങൾ ഇനി വേണ്ട എന്ന മുന്നറിയിപ്പ് കൂടി നൽകി. കോടതി അലക്ഷ്യ നടപടികൾ ഉൾപ്പെടെ നേരിടുന്ന നിരവധി ഹർജികൾ കോടതിക്ക് മുന്നിലുണ്ട് എന്ന കൃത്യമായ നിരീക്ഷണം കോടതി നൽകുന്നു. അതോടൊപ്പം തന്നെ ഇതാ അന്തിമ വിധിയിലേക്ക് കടക്കുകയാണ്. അല്പസമയത്തിനകം എന്താണ് പ്രതികളെ തേടിയെത്തുന്ന ശിക്ഷാവിധികൾ എന്ന് നമുക്ക് അറിയാൻ സാധിക്കുന്നു. കേരളം കാത്തിരിക്കുന്ന വിധി പ്രസ്താവം ഉടൻ ഉണ്ടാകാൻ പോകുന്നു എന്നാണ് നമുക്ക് പ്രേക്ഷകരോട് പറയാനുള്ളത്. 1-ാം പ്രതിയായിട്ടുള്ള പൾസർ സുനി ബലാത്സംഗം ചെയ്തു എന്ന് വളരെ കൃത്യമായി കോടതി പറയുമ്പോൾ അതിൽ ജീവപര്യന്തം പോലെയുള്ള ഏറ്റവും ഉയർന്ന ശിക്ഷ പൾസർ സുനിക്ക് നൽകുമോ? അതോടൊപ്പം മറ്റ് കുറ്റകൃത്യങ്ങളിൽ കൂടി പൾസർ സുനി ഭാഗമാക്കായിട്ടുണ്ട്. അതിന് പ്രത്യേകം ശിക്ഷ അനുഭവിക്കണോ? അങ്ങനെ ഒരു വലിയ കാലയളവിൽ പൾസർ സുനി ജയിൽവാസം അനുഭവിക്കേണ്ടതായി വരുമോ? അതെയോ ഈ ശിക്ഷകൾ ഒരുമിച്ച് അനുഭവിച്ചാൽ മതിയോ? നിലവിൽ പൾസർ സുനി 7.5 വർഷക്കാലം തടവിലായിരുന്ന സാഹചര്യം അത് ഈ ശിക്ഷാ കാലയളവിൽ നിന്ന് കുറയുമോ? ഇത്തരം കാര്യങ്ങളിലാണ് ഇനി വ്യക്തത വരേണ്ടത്. ഇതാ കോടതി അലക്ഷ്യ ഹർജികൾ, ഒരു ടെലിവിഷൻ ചാനലിന് നേരെ അടക്കം കോടതി അലക്ഷ്യ ഹർജികൾ ഉണ്ടായെന്നും ആ ഹർജികൾ 18-ാം തീയതി പരിഗണിക്കുമെന്നുമാണ് കോടതി വ്യക്തമാക്കിയിട്ടുള്ളത്. അവിടെയാണ് പ്രിയ പ്രേക്ഷകരെ അടിസ്ഥാനരഹിതമായി തെളിവുകളില്ലാതെ അനാവശ്യമായ വാദങ്ങൾ ഉന്നയിച്ച് ഒരാൾ കുറ്റക്കാരനാണോ അല്ലയോ എന്ന് വിധി എഴുതുന്ന പശ്ചാത്തലം, അതിനെ ചോദ്യം ചെയ്തുകൊണ്ടുള്ള ഹർജികൾ ആണ് കോടതിക്ക് മുന്നിലുള്ളത്. ആ ഹർജികളിൽ നിയമ പോരാട്ടത്തിന് ഈ ടെലിവിഷൻ ചാനലുകളടക്കം നേരിടേണ്ടതായ സാഹചര്യമാണ് ഉണ്ടാകുന്നത്. അവർക്ക് തെളിവുകൾ ഉണ്ടായെങ്കിൽ തീർച്ചയായും കോടതിയിൽ ഹാജരാക്കുകയും അങ്ങനെ ആ വാദപ്രതിവാദവും അല്ലെങ്കിൽ വിചാരണ ഘട്ടത്തിൽ കോടതിയെ സഹായിക്കുകയുമാണ് വേണ്ടത്. അതിനപ്പുറത്ത് മനോനിലകളുടെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് തോന്നിയതുപോലെ കോടതിക്കകത്തും ചിലർ വിവാദമുണ്ടാക്കി എന്ന് പറയുമ്പോൾ അത് അഭിഭാഷകരായിരിക്കണം എന്ന് വേണം നമുക്ക് വായിച്ചെടുക്കാൻ. അതിനപ്പുറത്ത് വിവാദം സൃഷ്ടിക്കുക എന്നത് സാധ്യമല്ല. പക്ഷെ പുറത്ത് വിവാദങ്ങൾ സൃഷ്ടിച്ചവരുണ്ട് എന്ന് പറയുന്നു. ഇപ്പോൾ പാസ്പോർട്ട് വിട്ടുകിട്ടണമെന്ന ദിലീപിന്റെ ആവശ്യത്തെ പ്രോസിക്യൂട്ടർ എതിർക്കുന്നു എന്നുള്ളതാണ്. കോടതി കുറ്റവിമുക്തനാക്കിയ ആളാണ് 8-ാം പ്രതിയായിട്ടുള്ള ദിലീപ്. ആ ദിലീപാണ് അടിയന്തരമായൊരു നീക്കമെന്ന നിലയിൽ പാസ്പോർട്ട് വിട്ടു നൽകണമെന്ന ആവശ്യം ഉന്നയിച്ചത്. അതിനെ പ്രോസിക്യൂഷൻ തടയുന്ന പശ്ചാത്തലം ആണ് ഉള്ളത്. ഒരുപക്ഷെ വിചാരണ കോടതിക്ക് മുകളിലേക്ക് പോകുന്നുണ്ടെങ്കിൽ എന്നും ഈ കേസിൽ അല്ലെങ്കിൽ ഇപ്പോഴത്തെ വിധിക്ക് സ്റ്റേ ആവശ്യപ്പെടുകയോ അല്ലെങ്കിൽ ഇതിന്മേൽ കൂടുതൽ വ്യക്തത വരുത്തിക്കൊണ്ടുള്ള വിധി ആവശ്യപ്പെട്ടുകൊണ്ട് ഹർജി നൽകുകയൊക്കെ ചെയ്യാൻ പോകുന്നു എന്ന തീരുമാനത്തിലേക്ക് എന്തായാലും സർക്കാർ എത്തിയ ഒരു പശ്ചാത്തലമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പാസ്പോർട്ട് വിട്ടുകിട്ടണമെന്ന ദിലീപിന്റെ ആവശ്യത്തെ ഇപ്പോൾ പ്രോസിക്യൂട്ടർ എതിർക്കുന്നത്. അതിനപ്പുറത്ത് കോടതി കുറ്റവിമുക്തരാക്കിയ ഒരാൾ കുറ്റക്കാരൻ എന്ന നിലയിൽ എവിടെയും ഒരു പ്രോസിക്യൂട്ടർക്ക് വാദമുന്നയിക്കുക എന്നത് സാധ്യമല്ല. ജാമ്യവ്യവസ്ഥയുടെ ഭാഗമല്ലേ എന്ന് കോടതി ചോദിക്കുന്നു. അതാണ് ഞാൻ അല്പസമയം മുമ്പ് സൂചിപ്പിച്ചത്. അതായത് ദിലീപ് എന്ന 8-ാം പ്രതി അടക്കം കേസിൽ 1 മുതൽ 10 വരെ പ്രതികൾ ആണ് ഉണ്ടായിരുന്നത്. ആ 10 പ്രതികളും ഇപ്പോൾ ജാമ്യത്തിൽ ആയിരുന്നു 8-ാം തീയതി വരെ. 8-ാം തീയതിക്ക് ശേഷം 6 പ്രതികളുടെ ജാമ്യം റദ്ദാക്കപ്പെടുന്നു. പൾസർ സുനി മുതൽ പ്രദീപ് വരെയുള്ളവരുടെ ജാമ്യം റദ്ദാക്കി അവരെ വിയ്യൂർ സെൻട്രൽ ജയിലിലേക്ക് അയക്കുന്നു. 7 മുതൽ 10 വരെയുള്ള പ്രതികൾ കുറ്റവിമുക്തരാകുന്നു. ആ ഘട്ടത്തിൽ പിന്നീട് അവർക്ക് ജാമ്യ വ്യവസ്ഥ എന്നത് ബാധകമല്ല. കാരണം അവർ കുറ്റക്കാരല്ല എന്ന് കോടതി കണ്ടെത്തിയ സാഹചര്യമാണ്. പിന്നെ എന്താണ് പ്രതിസന്ധി എന്നാണ് ഇപ്പോൾ ജഡ്ജി ചോദിക്കുന്നത്. ജാമ്യ വ്യവസ്ഥയുടെ ഭാഗമായി പാസ്പോർട്ട് കെട്ടിവെച്ചിരുന്നുവെങ്കിൽ അതിപ്പോൾ വിട്ടു നൽകുക. കാരണം കുറ്റക്കാരനല്ല എന്ന് കോടതി കണ്ടെത്തി കഴിഞ്ഞു. ഇനി ആ ജാമ്യ വ്യവസ്ഥകളൊന്നും 7 മുതൽ, അതായത് ചാർലി ഉൾപ്പെടെയുള്ള പ്രതികൾക്ക്, VIP ശരത്തുന്ന പ്രതിക്ക്, നടൻ ദിലീപിന് ഇനി അതൊന്നും ജാമ്യ വ്യവസ്ഥകൾ ബാധകമല്ല. ഇപ്പോഴിതാ 3:30 ശിക്ഷ വിധിക്കുമെന്ന ഏറ്റവും പുതിയ വിവരമാണ് പ്രേക്ഷകരെ പങ്കുവെക്കാനുള്ളത്. ഉച്ച സമയമാണ്, ഇടവേളയാണ്. 3:30 കേരളം കാത്തിരിക്കുന്ന ശിക്ഷ 3:30 വിധിക്കുമെന്ന് കോടതി തീരുമാനിച്ചിരിക്കുന്നു. ഉച്ചയ്ക്ക് ശേഷം 3:30 നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിലെ സുപ്രധാനമായ വിധി പ്രസ്താവം ഉണ്ടാകാൻ പോകുന്നത്. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി 3:30 വിധി പറയും. അതായത് വിധി തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു. അന്തിമവാദത്തിന് ശേഷം എന്താണ് വിധി പ്രസ്താവം എന്ന് കേരളം കാതോർക്കുന്ന വിധി പ്രസ്താവം 3:30 ഉച്ചയ്ക്ക് ശേഷം ഉണ്ടാകുന്നു. 1 മുതൽ 6 വരെയുള്ള പ്രതികൾക്ക് എന്ത് ശിക്ഷയാണ് നൽകാൻ പോകുന്നത്? അന്തിമവാദത്തിലടക്കം കോടതിയുടെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള ഇളവുകൾ ഉണ്ടായോ? പ്രതിപ്പട്ടികയിലെ 1-ാം പ്രതിയായിട്ടുള്ള പൾസർ സുനി, 2-ാം പ്രതിയായിട്ടുള്ള മാർട്ടിൻ ആന്റണി, 3-ാം പ്രതിയായിട്ടുള്ള ബി മണികണ്ഠൻ, 4-ാം പ്രതി BP വിജീഷ്, 5-ാം പ്രതി H സലീം, 6-ാം പ്രതി പ്രദീപ്, ഈ 6 പ്രതികൾക്ക് എന്ത് ശിക്ഷയാണ് ലഭിക്കാൻ പോകുന്നത്? 1-ാം പ്രതിയായിട്ടുള്ള
പ്രതിയായിട്ടുള്ള പൾസസുനി മാത്രമാണ് ബലാത്സംഗത്തിന് നേതൃത്വം നൽകിയത്, ബലാത്സംഗത്തിൽ ഉൾപ്പെട്ടിട്ടുള്ളത് എന്ന് പറയുമ്പോഴാണ് മറ്റു പ്രതികളുടെ 2 മുതൽ 6 വരെയുള്ള പ്രതികളുടെ ശിക്ഷ എന്ത് എന്നത് എല്ലാവരും ഉറ്റുനോക്കുന്നത്. ഒപ്പം പൾസസുനിക്ക് പരമാവധി ശിക്ഷ ലഭിക്കുമോ? 120B ഉൾപ്പെടെ 120B ഉൾപ്പെടെയുള്ള വകുപ്പുകൾ 376 വകുപ്പുകൾ ഉൾപ്പെടെ ചുമത്തിയ പശ്ചാത്തലത്തിൽ കൂട്ടബലാത്സംഗം എന്നതിൽ എന്തു പങ്കാണ് മറ്റ് 5 പ്രതികൾക്കുമുള്ളത്? അങ്ങനെ കേരളം ഉറ്റുനോക്കുന്ന വിധി പ്രസ്താവമാണ് ഇന്ന് ഉച്ചയ്ക്ക് 3:30 വരാൻ പോകുന്നത്. 3:30 ശിക്ഷ വിധിക്കും. ടോം കുര്യാക്കോസ് ആണ് ചേരുന്നത്. ടോം, ഏറ്റവും ഒടുവിൽ സമയം 1 മണിയായി, ഇനി വാദത്തിന് ഇടമില്ല, നിങ്ങൾ അവസാനിപ്പിക്കുന്നു എന്ന് ജഡ്ജി പറയുന്നു. അങ്ങനെ വാദം പൂർത്തിയാകുന്നു. ഇനി ഇതാ ഏതാനും മണിക്കൂറുകൾ മാത്രം, 2.5 മണിക്കൂറുകൾ കൂടി നമ്മൾ കാത്തിരുന്നാൽ ആ വിധി അറിയാം. തീർച്ചയായും അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ 3:30 നടിയാക്രമണ കേസിൽ കേരളം കാത്തിരിക്കുന്ന നടിയാക്രമണ കേസിൽ ശിക്ഷ പ്രഖ്യാപിക്കുകയാണ്. കാരണം ഈ ശിക്ഷാ വിധിയിന്മേലുള്ള വാദങ്ങൾ പൂർത്തിയായിട്ടുണ്ട്. പ്രോസിക്യൂഷൻക്ക് ഈ പ്രതികൾക്ക് പരമാവധി ശിക്ഷ വേണമെന്ന ആവശ്യമാണ് പ്രോസിക്യൂഷൻ കോടതിയിൽ ഉന്നയിച്ചത്. എന്നാൽ പ്രതികളായിട്ടുള്ള 6 പേരും തങ്ങളുടെ വാദങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. പൾസസുനി പറയുന്നത് തന്റെ അമ്മ തനിച്ചാണ്, അമ്മ രോഗിയാണ്, ഒരു കുറഞ്ഞ ശിക്ഷ നൽകാവുള്ളൂ എന്ന ആവശ്യം പൾസസുനി ഉന്നയിച്ചിട്ടുണ്ട്. ഓരോ പ്രതികളും തങ്ങളുടേതായ കാര്യങ്ങൾ, കാരണം കുടുംബാംഗങ്ങളുമായി ബന്ധപ്പെട്ട കുടുംബമുണ്ട്, ഭാര്യയുണ്ട്, മക്കളുണ്ട്, അങ്ങനെ വൈകാരികമായിട്ടുള്ള കാര്യങ്ങളാണ് പലരും ഉന്നയിച്ചിരിക്കുന്നത്. ചില പ്രതികൾ പൊട്ടിക്കരയുന്ന സാഹചര്യമുണ്ടായി. എന്നാൽ കോടതി ഈ വിഷയത്തിൽ വ്യക്തമാക്കിയിരിക്കുന്ന കാര്യം, പൾസസുനിയാണ് കുറ്റകൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്തത്, അതായത് ബലാത്സംഗം ചെയ്തത്. മറ്റു പ്രതികൾക്കും പക്ഷെ തുല്യമായ ശിക്ഷ നൽകണം, ഗൂഢാലോചനയിൽ അവർക്ക് പങ്കുണ്ട് തുടങ്ങിയ കാര്യങ്ങൾ പ്രോസിക്യൂഷൻ ഉന്നയിച്ചിട്ടുണ്ട്. ഡാനി ഇപ്പോൾ കൂടി ചേരുന്ന വിവരങ്ങളുമായി. ഡാനി, ഇനി ഏതാനും നമ്മൾ 11 മണിക്ക് ഈ ശിക്ഷയിന്മേൽ വാദം 11:30 വാദം തുടങ്ങിയതാണ്. 1.5 മണിക്കൂറോളം നീണ്ട വാദപ്രതിവാദങ്ങൾ നടന്നു. പ്രോസിക്യൂഷൻ കടുത്ത ശിക്ഷ, അതായത് പരമാവധി ശിക്ഷ പ്രതികൾക്ക് നൽകണമെന്ന ആവശ്യം പ്രോസിക്യൂഷൻ കോടതിയിൽ ഉന്നയിച്ചിട്ടുണ്ട്. പ്രതികൾ തങ്ങൾക്ക് പരമാവധി കുറഞ്ഞ ശിക്ഷയെ നൽകാവൂളെന്ന ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട്. ഇനി 3:30 അതായത് ഇനിയൊരു 2.5 മണിക്കൂറിന്റെ കാത്തിരിപ്പ് കൂടി വീണ്ടും. പക്ഷേ കേരളം കാത്തിരിക്കുന്ന ശിക്ഷാവിധിയാണ്. എന്ത് പ്രതീക്ഷിക്കാം? ഇപ്പോൾ കോടതിയുടെ ഭാഗത്തു നിന്ന് കോടതിയുടെ 3:30 ആ ശിക്ഷ വിധിക്കുന്നു. ഇതിൽ പ്രധാനമായും തന്നെ പ്രതികളെല്ലാം തന്നെ ഇത് നിഷേധിക്കുന്നു. 1-ാം പ്രതി ഒഴിച്ച് മറ്റുള്ളവർക്ക് തങ്ങൾക്കിതിൽ പങ്കില്ല എന്ന രീതിയിലേക്കാണ് കൂടുതലായിട്ട് തന്നെ പറയുന്നത്. എന്നാൽ അതേസമയം തന്നെ കോടതി ഈ കൂട്ടബലാത്സംഗം സംബന്ധിയായ ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. പക്ഷെ അപ്പോഴും പ്രതികൾക്ക് പരമാവധി ശിക്ഷ നൽകണമെന്നത് പ്രോസിക്യൂഷൻ ആവശ്യപ്പെടുകയും ചെയ്യുന്നുണ്ട്. 1-ാം പ്രതിയാണ് കുറ്റകൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്തതെന്നത് കോടതി പറയുകയും ചെയ്യുന്നു. മറ്റ് പ്രതികളുടെ ശിക്ഷ വിധിക്കുമ്പോൾ ഇക്കാര്യം പരിഗണിക്കണം എന്നത് കോടതി ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നുണ്ട്. ഒപ്പം പ്രതികളുടെ ഒരു മുൻകാല പശ്ചാത്തലം ഇതെല്ലാം തന്നെ പരിഗണിച്ച് വേണം ശിക്ഷ വേണ്ടതെന്നും കൂടി കോടതി ചൂണ്ടിക്കാണിക്കുന്നു. ഒപ്പം ഈ കാര്യങ്ങൾ അത്രയും കോടതി പറയുമ്പോൾ 2 മുതൽ 6 വരെ പ്രതികളുടെ സഹായമില്ലാതെ എങ്ങനെയാണ് പ്രതിക്ക് കുറ്റകൃത്യം ചെയ്യാൻ കഴിയുക എന്നത് പ്രോസിക്യൂഷൻ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ കൂട്ടബലാത്സംഗ കുറ്റം മുഴുവൻ പ്രതികൾക്കെതിരെയും നിലനിൽക്കുമോ എന്നതടക്കം ഈ സംശയങ്ങളുമായിട്ട് പ്രോസിക്യൂഷൻ ചോദിക്കുന്നുണ്ട്. ഇത് കൂട്ടബലാത്സംഗ കേസ് തന്നെയാണ് എന്നതാണ് പ്രോസിക്യൂഷൻ കോടതിയിൽ പറയുന്നത്. ഒപ്പം ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയുന്നത് ശിക്ഷ സമൂഹത്തിന് കുറ്റകൃത്യങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള സന്ദേശമായി മാറണമെന്ന് പ്രോസിക്യൂഷൻ ചൂണ്ടിക്കാണിക്കുന്നു. അവിടെയാണ് ഡാനി, കാരണം പ്രോസിക്യൂഷൻ അത്തരമൊരു കാര്യം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഇപ്പൊ നമ്മുടെ നിയമകാര്യ ലേഖകൻ അഡ്വക്കേറ്റ് CN പ്രകാശ് കൂടി ചേരുന്നുണ്ട്. അഡ്വക്കേറ്റ് CN പ്രകാശ്, 3:30 2.5 മണിക്കൂറത്തെ കാത്തിരിപ്പ് കൂടി. ഇനി എന്തായിരിക്കും കേരളം കാത്തിരിക്കുന്ന നടിയാക്രമണ കേസിന്റെ വിധി എന്നറിയാൻ ഈ 2.5 മണിക്കൂറത്തെ കാത്തിരിപ്പുണ്ട്. ഏറ്റവും അവസാനമായി കോടതിയും പ്രോസിക്യൂഷനും പറഞ്ഞ ചില കാര്യങ്ങളാണ് ഇവിടെ ശ്രദ്ധേയമായിട്ടുള്ളത്. അതായത് പ്രോസിക്യൂഷൻ പറഞ്ഞത് കേരളത്തിന്റെ പൊതുസമൂഹത്തിന് മാതൃകയാകേണ്ട ഒരു ശിക്ഷയാണ്, ഒരു താക്കീതാകേണ്ട ശിക്ഷയാകണം പ്രതികൾക്ക് നൽകണം. പക്ഷെ അവിടെ കോടതി ചൂണ്ടിക്കാണിച്ചൊരു കാര്യമുണ്ട്, പൊതുസമൂഹത്തിന് വേണ്ടിയാണോ ശിക്ഷ വിധിക്കേണ്ടതെന്ന്. എന്താണെന്ന് ഈ കഴിഞ്ഞ 1.5 മണിക്കൂർ കോടതിയിലുണ്ടായ സംഭവവികാസങ്ങൾ? ടോം, വളരെ പ്രധാനപ്പെട്ട ഒരു നിരീക്ഷണമാണ് കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത്. സൊസൈറ്റിക്ക് വേണ്ടി, അതായത് സമൂഹത്തിന് വേണ്ടി വിധി പറയാൻ കഴിയില്ല, സമൂഹത്തിന് നല്ല സന്ദേശം നൽകുന്നതിന് വേണ്ടി വിധി പറയാം. കോടതി വിധികൾ അങ്ങനെയാണ് വരേണ്ടത് എന്നതാണ് പ്രധാനമായും കോടതി പറഞ്ഞത്. ഒപ്പം തന്നെ നിബു സക്സേന വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന കേസ് സുപ്രീം കോടതിയിൽ ഇത്തരം ഇരകളുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തുക, ഇത്തരം ക്രിമിനൽ കേസുകൾ, റേപ്പ് കേസുകൾ അടക്കം റിപ്പോർട്ട് ചെയ്യുമ്പോൾ മാധ്യമങ്ങൾ, പ്രത്യേകിച്ച് വാർത്താമാധ്യമങ്ങൾ പാലിക്കേണ്ട നിർദ്ദേശങ്ങൾ സംബന്ധിച്ചുള്ള ഓർമ്മപ്പെടുത്തലും
ഈ കേസ് ആരംഭിച്ചപ്പോൾ മുതൽ ചില ആളുകൾ കോടതിക്കകത്തും പുറത്തും